നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള രണ്ട് നല്ല അടിപൊളി കൂറ്റൻ ഒരു വീട് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു കിടിലം വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള സംഭവമാണ്. 3D എലിവേഷനും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് എല്ലാം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് അളവിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപമായിട്ടാണ്. തച്ചോട്ടാവ് ജംഗ്ഷന് സമീപമായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ടാറിട്ട ഫ്രണ്ടേജ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫുള്ളി നമുക്ക് നിരന്ന ഒരു പ്ലോട്ട് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ല പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് ഈ ഒരു വീട് പണിതിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള അപാര ലുക്കിലാണ് ഈ ഒരു വീട് നമുക്ക് എലിവേഷൻ വന്നിട്ടുള്ളത്. മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, വീട് നല്ല വാസ്തുപ്രകാരം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കിഴക്ക് ദർശനമാണ് ഈ വീടിന് വന്നിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം നമ്മളിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന മനോഹരമായ വീടിൻ്റെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് നമുക്ക് എൻട്രൻസ് ആണ് നമുക്ക് ഈ കാണുന്നത്. ഇത്രയും വിശാലമായ വീതിയുള്ള വൈഡായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം ഒരു നല്ല വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് അകത്തോട്ട് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള എൻട്രൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഈ ഒരു ഫ്രണ്ടേജ് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തുള്ളത്. കോമ്പൗണ്ട് അത് പോകുമ്പോഴത്തേക്കും ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത ഒരു ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇൻ്റർലോക്ക് പ്ലസ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് അത്രയും നമുക്ക് ഗ്രാസും കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. നല്ല വൈഡ് റേഞ്ചിലുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടേജിൽ നമുക്ക് വന്നിട്ടുണ്ട്. 2 കാർ വരെ സുഖമായിട്ട് പാർക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫ്രണ്ടേജിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കബോർഡ് കാർ പാർക്ക് നമുക്കിവിടെ വരുന്നത്. സുഖമായിട്ട് നല്ല ഒരു വലിയ XUV കോമ്പാക്ട് വണ്ടികളൊക്കെ നമുക്ക് ഇതിനകത്ത് അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ വന്നിട്ടുള്ളത്. സൈഡിലോട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഗാർഡനിങ് പ്രൊവിഷൻ ഉൾപ്പെടെ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഫ്രണ്ടേജൊക്കെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായി തീർത്തിട്ടുള്ള ഒരു ഏരിയ. ഫ്രണ്ട് നമുക്ക് ഈ ഒരു ചുമരിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് കിണറൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് അടിപൊളിയുള്ള ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ തറയിൽ ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു സിറ്റ് ഔട്ടാണ്. 2 സ്റ്റെപ്പ് നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 8x6 നമുക്ക് ഈ സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. നല്ല അടിപൊളിയായിട്ടുള്ള ഡയമെൻഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു പോർഷനാണ് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ എലഗൻറ്റ് രീതിയിലുള്ള ഒരു ഡോറ് പണിതിട്ടുണ്ട്. നമുക്ക് പ്ലാവിൻ തടിയിലാണ് കംപ്ലീറ്റ് ആയി ഡോറെല്ലാം പണിതിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ, വിശാലമേറിയ ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ്, പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 20x16 നമുക്ക് ഈ ഡയമെൻഷൻ വരുന്നത് ലിവിങ് ഏരിയയുടെ. ഈ മനോഹരമായ TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. TV യൂണിറ്റ് ഏരിയയിൽ നമുക്ക് എത്ര വലിയ TVയിൽ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട്, അതുമാത്രമല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന TV യൂണിറ്റ് ഏരിയയാണ്. നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ സ്പോട്ട് ലൈറ്റൊക്കെ ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് ബാക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് TV യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴേക്കും ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈൻ വരുന്ന വാൾപേപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും വീട്ടിനകത്തോട് എൻട്രി ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തൊട്ട് മുകളിലൊരു ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ വുഡൻ പാറ്റേൺ വരുന്ന ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് അതിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു
ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. നല്ലൊരു എലഗൻറ്റ് രീതിയിലുള്ള ലുക്കും വർക്കും കാര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ ഒരു ചെറിയ പാർട്ടീഷൻ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ ഭാഗത്ത് നമുക്ക് ഒരു സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് തൊട്ട് താഴെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളും വെച്ച് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. ഡൈനിങ് ഏരിയയും നമുക്ക് അടിപൊളിയായിട്ട് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഹജീറയുടെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ ഡൈനിങ് ഏരിയയ്ക്ക് ചേർന്നതായ ഒരു വാഷ് ബേസിൻ കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ കൗണ്ടറൊക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ തന്നെ സ്മാർട്ട് മിററും ജാഗ്വറും നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും അതുപോലെ താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് ഒരു ഫ്ലോട്ടിംഗ് ഒരു മോഡലാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോട്ടിംഗ് മോഡൽ വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നല്ല അട്രാക്റ്റീവ് അടുത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മുഴുവൻ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ മുഴുവൻ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു മോഡലാണ് ഫോൾ സീലിംഗ് വർക്ക്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം 12 ചെയർ ഉൾപ്പെടെ വരുന്ന ടേബിളും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് തന്നെയാണ് നമുക്കിവിടെ വിശാലമായ സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ ഈ കാണുന്നതാണ് കിച്ചൺ. കിച്ചൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വിശാലമേറിയ ഒരു കിച്ചൺ, വൈഡായിട്ടുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ്, ഹാങ്ങിങ് ഫാൻസി ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു ഭംഗിക്ക് നല്ല ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് പാനൽ വർക്കൊക്കെ ചെയ്ത് വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ തൊട്ട് മുകളിൽ മാർബിളിൻ്റെ ഒരു പീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള എൻട്രൻസ് വർക്കും കാര്യങ്ങളൊക്കെ കിച്ചണിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയറിലൂടെ കിച്ചണിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കടക്കുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് നമുക്ക് കിച്ചണിൻ്റെ സ്പേസ് എന്ന് പറയുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം വന്നിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് ഫ്ലോറിങ്ങിന് ചെയ്തിട്ടുള്ളത്. നല്ല കളർ കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു കിച്ചണിൻ്റെ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്ത് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ചിമ്മിനിയും കാര്യങ്ങളും വയ്ക്കേണ്ട സ്പേസ്. തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ ചെയ്യും. നല്ല അട്രാക്റ്റീവ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ്. മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചൺ വന്നേക്കുന്നത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. മുകളിലും താഴെയായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട്. 12x12 നമുക്ക് കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഒരു ചെറിയ വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ എല്ലാം നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ വന്നിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള വർക്ക് ഏരിയയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സിങ്കും കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ലാബും കാര്യങ്ങളും ഷേപ്പ് മോഡൽ സ്ലാബും കാര്യങ്ങളും അറേഞ്ച് ചെയ്താണ് ഈ ഒരു ഭാഗത്ത്. ഇതെല്ലാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ വീട് നമുക്ക് 4 BHK ആണ്. 4 BHK വീട്ടിൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീതിക്കുള്ള വിശാലമേറിയ ഒരു ബെഡ്റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം ഹജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 14x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയൊരു ഡയമെൻഷൻ തന്നെയാണ് ഈ സ്പേസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലത്തെ ഒരു ഇൻബിൽഡായിട്ട് വരുന്ന വാൾഡ്രോബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോട്ടിംഗ് ഡിസൈനാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ മാറ്റ് ഫിനിഷ് വരുന്ന വർക്കും കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് ഈ ഒരു വാൾഡ്രോബ്സ് നമുക്ക് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് വരുന്ന ബാത്റൂമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. എല്ലാം നമ്മൾ ടൈൽസൊക്കെ യൂസ് ചെയ്ത് ഫുള്ളായിട്ട് തീർത്തിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റെയറിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ചെറിയൊരു ഇങ്ങനത്തെ ഒരു സ്പേസ് നമുക്ക് ഇൻഡോർ സ്പേസ് വന്നിട്ടുണ്ട്. ഗ്രാസിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ മാറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിനകത്ത് ഒരു ചെറിയ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു മോഡലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് വുഡിൻ്റെ വർക്കും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വർക്കുമാണ് നമുക്ക് ഹാൻഡിൽസിൽ വന്നേക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് തൊട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്ന പെയിൻറ്റും കാര്യങ്ങളും ടെക്സ്ചർ വർക്ക് വരുന്ന നല്ല പ്രീമിയം രീതിയിലുള്ള വർക്ക് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. മുകളിൽ വരുമ്പോഴത്തേക്കും നല്ല ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
ഈ കാണുന്നത് പോലെ തന്നെ ഒരു വലിയ ഒരു വിൻഡോ, നമുക്ക് ട്രാൻസ്പെറൻറ്റ് വിൻഡോ, അത് നമുക്ക് ഫൈബർ ഗ്ലാസ് ഉൾപ്പെടെ നമുക്ക് വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു വിൻഡോ. അപ്പോൾ രാവിലെ സമയങ്ങളിൽ നമുക്ക് വീട്ടിനകത്ത് നല്ല വെട്ടം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരുന്നത് നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസാണ്. ജസ്റ്റ് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാൾ എന്ന് പറയുമ്പോഴത്തേക്കും. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം ഒരു ബാൽക്കണിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 18x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ് മുകളിലത്തെ ഈ ഹാള്. ഈ കാണുന്നതാണ് ഈ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളി നമ്മൾ ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരു വാൾഡ്രോബ്സ് ഓൾറെഡി ഇൻബിൽഡ് ആണ്. ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 14x18 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇൻബിൽഡായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് മെത്തേഡിൽ വരുന്ന നമുക്കൊരു വാൾഡ്രോബ്സ് നമുക്ക് മുകളിൽ വന്നിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു മെത്തേഡിലാണ്, ഈ ഒരു പാറ്റേണിലാണ് ഫോൾ സീലിംഗ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് നമുക്ക് ചെയ്തിരിക്കുന്ന സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായിട്ട് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങൾ ഈ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിനകത്തുള്ള ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് തന്നെ നമുക്കൊരു ബാൽക്കണി നമുക്ക് വരുന്നുണ്ട്. ആ ബാൽക്കണി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 12x5 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണി. സ്റ്റീലിൻ്റെ നമുക്ക് ഹാൻഡിൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെറിയൊരു 2 ഓപ്പണിങ് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു സൈഡാണ്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് വെച്ച് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വരുന്നുണ്ട്. തൊട്ട് ഈ ചുമര് മുഴുവൻ നമുക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽസാണ്. വെട്ടുകല്ലിൻ്റെ ആ ഒരു മോഡലിൽ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ വീടിൻ്റെ ബെഡ്റൂം സൈസും കാര്യങ്ങളെല്ലാം നമുക്ക് വലിയ റൂം സൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഫ്ലോറിങ്ങിനോടെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x14 നമുക്ക് ഈ റൂമിൻ്റെ സൈസിൻ്റെ ഡയമെൻഷൻ. ഈ കാണുന്നതാണ് നമുക്ക് ഫ്ലോട്ടിംഗ് ഡിസൈനിൽ വരുന്ന ഒരു വാൾഡ്രോബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വരുന്നത് പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ. ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ചെയ്തേക്കുന്നത്. ഫ്ലോറിനായിട്ട് നല്ല മാറ്റ് ഫിനിഷ് എന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ടോട്ടലി നമുക്ക് വീടിന് 4 ബെഡ്റൂം ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമും. ഇത് നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്കിവിടെ വരുന്നത്. വലിയ ബെഡ്റൂം സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 14x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം. ഫ്ലോട്ടിംഗ് ഡിസൈനിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വലിയൊരു വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ. ഇവിടെ നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം. താഴെ മാറ്റ് ഫിനിഷ് വരുന്ന ഗ്രിപ്പഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. നമുക്ക് ഒരു ക്ലോസ്ഡ് റേഞ്ചിലുള്ള ഒരു ബാൽക്കണി നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്ക് ഹാൻഡിൽസ് ആണ് വരുന്നത്. ഹാൻഡിൽസ് എല്ലാം തന്നെ ഗ്ലാസിൻ്റെ വർക്കും അതുപോലെ തന്നെ സ്റ്റീൽ എൻ്റെ വർക്കാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്.
അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി. അത് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ഈ ഒരു സ്റ്റീൽ ബാർസും കാര്യങ്ങളൊക്കെ, ഡിസൈൻഡ് ബാർസും കാര്യങ്ങളൊക്കെ ഇതിവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റീലിലാണ് നമുക്ക് ഹാൻഡിൽസ് എല്ലാം വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. വൈകിട്ടുള്ള സമയങ്ങളിലോ പകലുള്ള സമയങ്ങളിലോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയറൊക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. 20x16 നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സാണ് നമുക്ക് നേരത്തെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ട ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പേർഡ് ഗ്ലാസ്സാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഗ്ലാസ് നല്ല അടിപൊളിയായിട്ട് പ്രത്യേക ലുക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല കിടിലം ഒരു ബാൽക്കണി നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും നമുക്കതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 സെൻറ്റ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കിടിലൻ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളും ഫുൾ ഡീറ്റെയിൽസുമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് ലാസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറി അടിപൊളിയായിട്ട് വരുന്ന ഒരു ലൊക്കേഷനിൽ, പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് ഉള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് പണിതിട്ടുള്ളത്. അപ്പോൾ അത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു മനോഹരമായ 5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ പണിയേപ്പിച്ച 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ വെറും ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 98 lakhs ആണ്, 98 ലക്ഷമാണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ വീടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങൾ അറിയാനായിട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ലോൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഗവൺമെൻറ് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺസും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.